ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സച്ചി സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നതാണ്. ഇത് സ്വപ്നമായിരുന്നോ? അപ്പോൾ ശരിക്കും എൻ്റെ മനസ്സ് അർച്ചനയോട് അടുക്കുകയാണല്ലോ. എൻ്റെ മനസ്സ് നടക്കാൻ പോകുന്ന കാര്യമായിരിക്കുമോ എനിക്ക് കാണിച്ചു തന്നത് എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിര സന്ദീപിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും സന്ദീപ് കോൾ എടുക്കുന്നില്ല. കൂടാതെ സന്ദീപ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെ കേട്ട് വിഷമത്തിൽ നിൽക്കുകയാണ് ആതിര. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ നെല്ലിശ്ശേരിയിലേക്ക് ചെല്ലുന്ന ആതിരയാണ്. ആതിര അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഒന്നുകൂടി സന്ദീപിനെ വിളിക്കുമ്പോൾ സന്ദീപ് തിരിഞ്ഞു നിന്ന് കോള് കട്ട് ചെയ്ത് മുറിയിലേക്ക് പോകുന്നത് ആതിര കാണുന്നു. തുടർന്ന് ആതിര സന്ദീപിന്റെ പിന്നാലെ പോകാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് അനഘ വരികയാണ്. നീ എങ്ങോട്ടടി കയറി പോകുന്നത്? ഇപ്പൊ നിനക്ക് ഈടായിട്ടെ ഇങ്ങോട്ടേക്ക് വരവൽപ്പം കൂടിയിട്ടുണ്ട്. നിന്റെ ചേച്ചിയോട് നിനക്ക് ഇതിനു വേണ്ടി എന്ത് വിശേഷമാ പറയാനുള്ളത്? അതൊന്നും എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ലെന്ന് ആതിര പറയുമ്പോ പറഞ്ഞിട്ട് പോയാ മതിയെന്ന് അനഘ പറയുന്നു. ഞാനേ സന്ദീപിനെ കാണാൻ വന്നതാ എന്ന് ആതിര പറയുമ്പോ അനഘ ദേഷ്യത്തോടെ പറയുകയാണ്. സന്ദീപിനെ കാണാനോ? അതിന് ഞാൻ നിന്നെ കാണാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇപ്പൊ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ദേ അനഘെ, എന്റെ മുന്നിൽ നിന്ന് മാറിക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് നല്ലതങ്ങ് തരുമെന്ന് ആതിര പറയുമ്പോ അനഘ പറയുകയാണ്. ആണോ? എങ്കിൽ നീ തല്ലടി. തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ നീ തല്ലടി എന്ന് അനഘ പറയുമ്പോ ദേഷ്യത്തോടെ അനഘയുടെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ് ആതിര. ഇനി മേലിൽ എന്റെ വഴിയിൽ ഒരു തടസ്സമായി വന്നു നിൽക്കരുത്. ഞാൻ സന്ദീപിനെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞ് ആതിര അനഘയുടെ കൈ പിടിച്ച് തിരിച്ച് അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു. തുടർന്ന് ആതിര സന്ദീപിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. സന്ദീപിനെ ആതിര ഒന്നുകൂടി വിളിച്ചു നോക്കുന്നു. സന്ദീപ് കോള് കട്ട് ചെയ്യുന്ന കണ്ട് ആതിര നേരെ ചെന്ന് സന്ദീപിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആതിരയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സന്ദീപ്. സന്ദീപ്, എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തത്? ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാത്തത് എന്താ എന്നൊക്കെ ആതിര ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് സന്ദീപ്. അതേസമയം അനഘ ദേഷ്യത്തോടെ അവന്തികയുടെ അടുത്തേക്ക് ചെന്ന് ആതിര തന്നെ തല്ലിയ കാര്യമൊക്കെ പറയുകയാണ്. ചേച്ചി ഇപ്പൊ തന്നെ അവളോട് കാര്യം ചോദിച്ച് അവളുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയും വേണമെന്ന് പറഞ്ഞ് അവന്തികയും കൊണ്ട് നേരെ സന്ദീപിന്റെ മുറിയിലേക്ക് പോവുകയാണ് അനഘ. അങ്ങോട്ടേക്ക് ചെല്ലുന്ന അവര് ആതിര സന്ദീപിനോട് തന്റെ പ്രണയം തുറന്നു പറയുന്നത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. സന്ദീപിന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറ, ഞാൻ പിന്നെ ഒരിക്കലും ശല്യം ചെയ്യാൻ വരില്ല. പക്ഷേ സന്ദീപ് അത് പറയണമെന്ന് മാത്രം. ഇത് കേൾക്കുന്ന സന്ദീപ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് വീണ്ടും ശബ്ദം ഉയർത്തിക്കൊണ്ട് ആതിര ഇത് പറയുമ്പോൾ തന്നോടല്ലേ പതിയെ സംസാരിക്കാൻ പറഞ്ഞത് എന്ന് സന്ദീപ് ദേഷ്യത്തോടെ പറയുന്നു. ഇത് കേൾക്കുന്ന ആതിര ദേഷ്യത്തോടെ സന്ദീപിന്റെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും അനഘയും. തുടർന്ന് അനഘ മുറിയിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ അവന്തിക അനഘയെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. തുടർന്ന് ആതിര പറയുകയാണ്. സന്ദീപിന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ കരണത്ത് ഒന്ന് തന്നു, എനിക്ക് കുഴപ്പമില്ല. അടിക്ക് സന്ദീപേ, എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്നെ അടിക്കെന്ന് ആതിര പറയുമ്പോ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണ് സന്ദീപ്. ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. എന്താണെങ്കിലും എനിക്ക് സന്ദീപ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് സന്ദീപ് മാത്രമായിരിക്കുമെന്ന് പറഞ്ഞ് സന്ദീപിനെ കെട്ടിപ്പിടിക്കുകയാണ് ആതിര. ഇതൊക്കെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും അനഘയും. തുടർന്ന് ദേഷ്യത്തോടെ അനഘ തന്റെ മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് സന്ദീപിന്റെ മുറിയുടെ കഥ കടച്ചിട്ട് ആതിര പറയുകയാണ്. കുഴപ്പമില്ല, ഞാൻ ആദ്യമായി എന്റെ ജീവിതത്തിൽ പ്രണയിച്ച പുരുഷന് നട്ടലില്ലെന്ന് ഞാൻ കരുതിക്കോളാം. ആ ഒരു തിരിച്ചറിവുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഇതോടെ എല്ലാം അവസാനിച്ചെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒന്നിക്കാതെ പോയ പ്രണയമാണ് സുന്ദരമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ എന്ന് ആതിര പറയുമ്പോ ആതിരയെ തന്നെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് സന്ദീപ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.